നമസ്കാരം. മെയ് 1 പാട്രിയറ്റ് ഫിലിം വീഡിയോ കാണാനിടയായി. വളരെ ഒരു ഫിലിമായിരുന്നു ഫീൽ ചെയ്തത്. വളരെ നല്ല മൊമെന്റ്സ് ഉള്ള ഫിലിമായിരുന്നു. അബൌട്ട് മോഹൻലാൽ ഇമോഷണൽ ലോക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഇത് ക്ലാസ് ആയിട്ട് എടുത്തിരിക്കണം. മാസ് ആൻഡ് ക്ലാസ് ഒരുമിച്ച്. ഒരു വലിയൊരു താരത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തൊരു കഥയല്ല. ഇത് ആദ്യം മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റിയുണ്ടായ ഒരു കഥയായിരുന്നു. അതിലേക്ക് മോഹൻലാൽ എത്തുന്നത് മമ്മൂട്ടിയുടെ ഒരു സജഷൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. ടോട്ടൽ ആസ് എ ഹോൾ മമ്മൂട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. ഫഹദ് ഫാസിൽ അതുപോലുള്ള ആ ഒരു പെർഫോമൻസ് തന്നെ ഉണ്ട്. കുഞ്ചാക്കോ ബോബൻ ഒരു ആഡ് ഓൺ ക്യാരക്ടറായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടലി പടം ഒരു വൺ ടൈം വാച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പടം സിനിമയായി കാണാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആളുകൾ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഷുഡ് ബി സ്റ്റോപ്ഡ്. പടാണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അപ്ലോഡ് ചെയ്ത് നോക്കൂ. ഇതിന് വ്യൂ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നണം, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഒരു സിനിമയായിട്ട് ഇറക്കുമ്പോഴുള്ള ആ ഒരു ക്രൂവിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആ ഫിലിമിൽ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ വേണം, ഒരു മെസ്സേജ് വേണം. അതിലുപരി അത് ആരെയും ഹർട്ട് ചെയ്യരുത്. ഇത് ഹർട്ട് ചെയ്യല്ല, പല കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അതിലൊരു വിഭാഗമോ വേറെ വിഭാഗമോ അതൊന്നും അതിൻ്റെ ഒരു ഭാഗമല്ല. പിന്നെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം സിനിമകൾ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ സംവിധായകന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒഴിവാക്കണം. അപ്പം എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് കുറച്ചും കൂടി